ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് ബുർജ് ഖലീഫ കാണാൻ പോവുകയാണ് കേട്ടോ. അത്യാവശ്യം എക്സൈറ്റഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് അല്ലേ. അങ്ങനെ നമ്മൾ മെട്രോയിലൊക്കെ കയറി പോവുക. ശരിക്കും നമ്മുടെ സ്ഥലത്ത് നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ ബുർജ് ഖലീഫയിലേക്ക്. റയാൻ ബേബി പിന്നെ ഫുൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങടാ പോണേ, എന്തിനാ പോണേന്നൊന്നും അവനറിയില്ലല്ലോ. നമുക്കിങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ ബുർജ് ഖലീഫ ഒന്ന് കാണാൻ പറ്റി. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത് ചെന്ന് കാണാമല്ലോ. പക്ഷെ ഒരു വിഷമമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധിക നാളിനി ബുർജ് ഖലീഫയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. സൗദി അറേബ്യയിലെ ജെറ്റ ടവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കുമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ്. ബുർജ് ഖലീഫയുടെ ഹൈറ്റ് 828 മീറ്റർ ആണെങ്കിൽ ജെറ്റ ടവറിൻ്റെ ഹൈറ്റ് 1 കിലോമീറ്റർ ആണ്. നമ്മൾ മെട്രോന്ന് നേരെ ദുബായ് മാളിലേക്കാണ് കേട്ടോ ഇറങ്ങി ചെല്ലുന്നത്. എന്തായാലും ദുബായ് മാളൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പോവാം. റയാൻ ബേബി പിന്നെ ഇറങ്ങി നടക്കാൻ കിട്ടിയ ചാൻസൊക്കെ മുതലാക്കി. അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിലൂടെ കയറി നടക്കാനായിട്ട്. പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിലൊക്കെ നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ദുബായ് മാൾ അടിപൊളിയാണ് കേട്ടോ, ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ. ഞങ്ങൾ ശരിക്കും അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്നു. അങ്ങനെ നമുക്ക് ബുർജ് ഖലീഫ ശരിക്കും കാണാൻ പറ്റിയൊരു സ്പോട്ടിലെത്തി. ഒരു ആപ്പിളിൻ്റെ ഷോറൂമിൻ്റെ അടുത്താണ് കേട്ടോ ഇവിടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള ബിൽഡിങ്സൊക്കെ അടിപൊളി തന്നെയാണ്. ശരിക്കും എനിക്ക് ബുർജ് ഖലീഫ കണ്ടപ്പോൾ അതിനടുത്തുള്ള ബിൽഡിങ്സിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങിനേ തോന്നിയുള്ളൂ. എല്ലാം നല്ല അടിപൊളി കൺസ്ട്രക്ഷനാണ്. ഞങ്ങളെന്തായാലും ദുബായ് മാളിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ശരിക്കും ഇവിടെ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടാവുന്നതാണ് കേട്ടത്. പക്ഷെ അതിന് രാത്രി വരണം. രാത്രി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള യോഗമൊന്നും ഉണ്ടായില്ല. ഞങ്ങളിങ്ങനെ ഈ ഉച്ചയ്ക്ക് വെയിലും കൊണ്ട് നടക്കേണ്ടി വന്നു.